ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EVSന്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, 3ാം ക്ലാസ്സിലെ. ഏതാണ് ചാപ്റ്റർ? ഏതാണ്? ടു ദ വേൾഡ് ഓഫ് ആനിമൽ ആണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? കഴിഞ്ഞ ചാപ്റ്റർ എന്തിനെ കുറിച്ചായിരുന്നു? പ്ലാന്റ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ആരുടെ വേൾഡിലോട്ട് പോവാം? ആനിമൽസിന്റെ വേൾഡിലോട്ട് പോവാം അല്ലേ. എന്തൊക്കെയാണ് ആനിമൽസിന്റെ ലോകമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്നത് നോക്കിക്കേ. ഒരു ഗേളിനെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഈ കൂടെ തന്നെ നിങ്ങളുടെ പുസ്തകം ഒന്ന് എടുത്ത് മുന്നിൽ വെക്കണേ. ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് ആ കൂടെ ഒന്ന് പറഞ്ഞ് നോക്കണം കേട്ടോ. ആരൊക്കെ കാണുന്നുണ്ട്? മിസ് പറയുന്നില്ല. ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് ഉറപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ആരെയൊക്കെ കാണുന്നുണ്ട്, ആരൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വേണേൽ പറഞ്ഞു നോക്കാം. ഒരു ഗേൾ ഉണ്ട് അല്ലേ. ഗേളിൻ്റെ കയ്യിൽ ആരാ ഉള്ളത്? ക്യാറ്റ് ഉണ്ട്. പിന്നെ ആരുണ്ട്? ഡോഗ് ഉണ്ട്. പിന്നെ ആര്? ഗോട്ട്. പിന്നെ ബേർഡ്സിനെയൊക്കെ കാണുന്നില്ലേ? ഒരുപാട് പേര് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ബട്ടർഫ്ലൈ ഉണ്ട്, സ്ക്വയറൽ ഉണ്ട്, പാരറ്റ് ഉണ്ട്, അനദർ ബേർഡ്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്തൊക്കെയാ പറയാനുള്ളത് നോക്കിയാലോ. ഏതൊക്കെയാ പറയാനുള്ളതെന്ന് നോക്കാം അല്ലേ. ഓൾ ഓഫ് യു ഹാവ് കം ഏർലി ടുഡേ, വെരി ഗുഡ്. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാവരും ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് അല്ലേ. സീയിങ് ഹർ ഫ്രണ്ട്സ് മിത്ര കം ഔട്ട് ഓഫ് ഹെർ ഹൗസ്. അപ്പം മിത്ര ഫ്രണ്ട്സിനെ കണ്ടിട്ട് എന്ത് ചെയ്തു? മെല്ലെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ചിൽഡ്രൻ യു ഹാവ് സീൻ ദ സറൗണ്ടിങ് ഓഫ് മിത്രാസ് ഹൗസ്. അപ്പം എന്താണ്? നിങ്ങൾ മിത്രയുടെ വീടിന് ചുറ്റുമൊക്കെ നിങ്ങളൊന്ന് കണ്ടില്ലേ? കണ്ടു അല്ലേ. നമ്മൾ മിത്രയുടെ വീടിന് ചുറ്റും കണ്ടു. ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. മിത്ര മാത്രമാണോ ഉള്ളത്? അല്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. വീടിന് ചുറ്റും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഒരുപാട് ആനിമൽസ് ഉണ്ട്. പെറ്റ് ആനിമൽസും അല്ലാത്ത ആനിമൽസും ഒക്കെ അവിടെ കാണാനുണ്ട് അല്ലേ. വിച്ച് ക്രിറ്റേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ. ഇവിടെ ഏതൊക്കെ ക്രിറ്റേഴ്സിനെയാണ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ജീവികളെയാണ് നിങ്ങൾ കാണുന്നത്? ഒന്ന് പറഞ്ഞിടാ. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹെന്ന്, ചിക്ക്, ക്യാറ്റ്. ഹെന്നെന്ന് വെച്ചാൽ എന്താണ്? കോഴിയാണ് അല്ലേ. ചിക്ക് എന്ന് വെച്ചാൽ എന്താണ്? കോഴിയുടെ യങ് വൺ അല്ലേ. നമ്മുടെ ഹെന്നിന്റെ യങ് വണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചിക്ക് എന്നാണ് വിളിക്കുന്നത് അല്ലേ. കോഴി കുഞ്ഞെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ക്യാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാറ്റ് മീൻസ് എന്താണ്? പൂച്ചയാണ്. ഗോട്ട് മീൻസ് എന്താണ്? ആട്. ഡോഗ് എന്ന് വെച്ചാൽ പട്ടി അല്ലേ. പാരറ്റ് തത്ത. ബട്ടർഫ്ലൈ പൂമ്പാറ്റ അല്ലേ. കഫ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പശുക്കുട്ടീനെ വിളിക്കുന്ന പേരാണ് അല്ലേ. വുഡ് കാവി എന്ന് വെച്ചാൽ മരം കൊത്തി കേട്ടോ. സ്ക്വയറൽ അണ്ണാന്. ക്രോ കാക്ക. റൂസ്റ്റർ പൂവൻകോഴി. അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ നമ്മൾ ഓൾറെഡി ഈ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ. അതിന് ചോദിച്ചേക്കുന്നത് എമൻ ദ സ്വിച്ച് ക്രിറ്റേഴ്സ് ഡു മിത്രാസ് റൈസ്. എല്ലാവരെയും മിത്ര വളർത്തുന്നതാണോ? അല്ല അല്ലേ. അല്ലാതെ വരുന്നവരും ഉണ്ടല്ലേ അവിടെ. എല്ലാവരെയും മിത്ര എന്ത് ചെയ്യുന്നതല്ല, വളർത്തുന്നതല്ല. ഒരുപാട് ബേർഡ്സ് ഒക്കെ ആ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പം എല്ലാവരെയും മിത്ര വളർത്തുന്നതാണോ? എല്ലാവരെയും മിത്ര വളർത്തുന്നതല്ല. വിച്ച് ക്രിറ്റേഴ്സ് ഡു വുമൻസ് റൈസ് ആസ് പെറ്റ്. അപ്പോൾ വുമൻസ് ഏതൊക്കെയാണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരൊക്കെയാണ് നമ്മൾ വളർത്താറുള്ളത്? ആരൊക്കെയാണ് നമ്മൾ വളർത്താറുള്ളത്? ഡോഗിനെ വളർത്താറുണ്ട് അല്ലേ. ക്യാറ്റിനെ വളർത്തും. പാരറ്റ്. പിന്നെന്താണ്? ഗോട്ട് അല്ലേ. ഗോട്ട് എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ആടിനെ വളർത്താറുണ്ട്. കൗവ്, ഹെന്ന, ഇതൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന പെറ്റ് ആനിമൽസ് ആണ് അല്ലേ. ഓക്കെ, വേറെ എന്തൊക്കെയാ പറയാനുള്ളത് നോക്കാം. അടുത്ത ഏതൊക്കെയാണ്? വൈ ഡു വി റൈസ് ആനിമൽസ്. നമ്മൾ എന്തിനാണ് ആനിമൽസിനെ വളർത്തുന്നത്? എന്താണ്? നമ്മൾ വെറുതെ ആനിമൽസിനെ വളർത്തുമോ? ഇല്ല അല്ലേ. എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ആനിമൽസിനെ വളർത്തുന്നത്? അതെ അല്ലേ. ഏതാ നോക്കിക്കേ. ഫസ്റ്റ് വണ് ഫോർ ഫുഡ്. എന്തിനു വേണ്ടി വളർത്തുന്നുണ്ട്? ഫുഡ് ആവശ്യത്തിന് വേണ്ടി നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ. ഫോർ സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സുരക്ഷയ്ക്ക് വേണ്ടി വളർത്തുന്നുണ്ട്. ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. കൃഷി ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആനിമൽസിനെ വളർത്തുന്നുണ്ട്. ഫോർ വെഹിക്കിൾ. വെഹിക്കിളായിട്ട് ഇപ്പം നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കാണാനില്ല. എന്നാൽ എന്താണ്? വെഹിക്കിളായിട്ടും യൂസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഹോഴ്സ്, ഡോങ്കി, ക്യാമല്. കുതിര. പിന്നെ കുതിരയും ഡോങ്കി മീൻസ് കഴുത കേട്ടോ. ക്യാമൽ മീൻസ് എന്താണ്? ഒട്ടകം. ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് ആനിമൽസ് ബെനിഫിറ്റ് ആസ് കംപ്ലീറ്റ് ടേബിൾ ബൈ ദ ആഡിങ് ബെനിഫിറ്റ് ഓർ ഡൊമസ്റ്റിക് ആനിമൽ. ഇനി നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് നമുക്ക് 2 കോളംസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. എത്ര കോളംസ് ആണ്? 2 കോളംസ്. നമ്മൾ വളർത്തുന്ന ആനിമൽസിന്റെ ബെനിഫിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ വളർത്തുന്ന ആനിമൽസിന്റെ എന്താണ്? ബെനിഫിറ്റ് എഴുതുക. ഫസ്റ്റ് വൺ ആനിമലും അതേപോലെ ബെനിഫിറ്റും കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഫസ്റ്റ് വൺ ഏതാണ്? ഗോട്ട്. ഗീവ്സ് എന്താണ്? മിൽക്ക് അല്ലേ, പാല് തരുന്നു. ഹെൻ എന്താണ്? ഗീവ്സ് എഗ് ആണ് അല്ലേ. കൗ എന്താണ്? ഗീവ്സ് മിൽക്ക്, പാല് തരികയാണ് ചെയ്യുന്നത് അല്ലേ. ഡക്ക് എന്താ തരുന്നത്? ഗീവ്സ് എഗ് ആൻഡ് മീറ്റ്. എഗ്ഗും തരുന്നുണ്ട്, മീറ്റും തരുന്നുണ്ട്. ബഫല്ലോ ആണെങ്കിലോ യൂസ് ഫോർ മീറ്റ് പർപ്പസ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മീറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. റാബിറ്റ് ആണെങ്കിൽ എന്താണ്? ഫോർ
മീറ്റ് പർപ്പസിന്, യൂസ്ഡ് ഫോർ മീറ്റ് പർപ്പസിനാണ് അല്ലേ, നമ്മൾ മീറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി ഞങ്ങളോടൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഏതൊക്കെയാണ് ഡൊമസ്റ്റിക് ആനിമൽ മീൻസ് എന്താണ്, വളർത്തു ജീവികളാണ് അല്ലേ, നമ്മൾ വളർത്തുന്ന ജീവികളാണ് കേട്ടോ. അപ്പൊ ഗോട്ടും ഹെന്നും കൗവും ഒക്കെ ഓർത്തിരിക്കണം. എക്സാമിന് എന്തും ചോദിക്കും, ഇതിന്റെ ഏതൊക്കെയാണ് ഇവരുടെ ബെനിഫിറ്റ് എന്നും ചോദിക്കും കേട്ടോ. ആനിമലും ചോദിക്കും, വിത്ത് ബെനിഫിറ്റും എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നെക്സ്റ്റ് എടുത്തത് വി റൈസ് ആനിമൽ ഫോർ വേരിയസ് പർപ്പസ്, മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഫോർ ദ സം ആനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. വി കീപ് സം അതർ ആനിമൽസ് ഫോർ എ പ്രഷർ. അപ്പോൾ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ആനിമൽസിനെ വളർത്തുന്നില്ലേടാ, എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, വേരിയസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലേ, പലതരത്തിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. മിൽക്കിന് വേണ്ടി വളർത്തുന്നുണ്ട്, എഗ്ഗിന് വേണ്ടി വളർത്തുന്നുണ്ട്, മീറ്റിന് വേണ്ടി വളർത്തുന്നുണ്ട്, ശരിയല്ലേ. ചില സമയങ്ങളിൽ എന്തും ചെയ്യലുണ്ട്, നമ്മൾ കൗതുകത്തിന് വേണ്ടിയും വളർത്താറുണ്ട് അല്ലേ. കൗതുകത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ആനിമൽസിനെ വളർത്താറുണ്ട് അല്ലേ. പലരും കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ആനിമൽസ് ഉണ്ടാവും അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ആനിമൽസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടണം കേട്ടോ. പിന്നെ വേറെന്താ പറഞ്ഞത്, മെനി ക്രിറ്റേഴ്സ്, ഹൗ മെനി ക്രിറ്റേഴ്സ് വുഡ് യു ഐഡന്റിഫൈ ഫ്രം ദ പിക്ചേഴ്സ്, റൈറ്റ് ഡൗൺ ദർ നെയിംസ്. അപ്പൊ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ആരൊക്കെയാണ്, ലിസാഡ് എന്ന് വെച്ചാൽ എന്താണ്, പല്ലി, സ്നെയില് ഒച്ചാണ് കേട്ടോ, ആൻഡ് എന്ന് വെച്ചാൽ പൂച്ച, ഗ്രേറ്റ് കൗ എന്ന് വെച്ചാൽ ആരാണ്, നമ്മുടെ ഉപ്പൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അടുത്തത് എന്താണ്, സെന്റിപ്പിഡസ് ആണ് കേട്ടോ, എന്താണ് നമ്മുടെ പഴുതാര എന്ന് പറയും. പിന്നെ വവ്വാല്, ബാറ്റ്, മാംഗൂസ്, കീരിയാണ്. മില്ലിബേർഡ് എന്ന് വെച്ചാൽ ഏതാണ്, അട്ട കേട്ടോ. അടുത്തത് ദേ ലീവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്. ഇതൊക്കെ നിങ്ങളുടെ പരിസരത്തുള്ള ജീവികളാണല്ലോ, ശരിയല്ലേ. ഇതൊക്കെ നിങ്ങളുടെ പരിസരത്ത് തന്നെയുള്ള ജീവികളാണ് അല്ലേ. ആർ ദേ എനി ഡൊമസ്റ്റിക് ആനിമൽസ് എമംഗ് ദസ്, ഇതൊക്കെ നമ്മൾ വളർത്തുന്ന ജീവികളാണോ, അല്ല, ആണോടാ, അല്ല അല്ലേ. ഫൈൻഡ് ഔട്ട് മോർ ക്രിറ്റേഴ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദർ നെയിംസ് ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങളോട് നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള കുറച്ച് ക്രിറ്റേഴ്സിനെ കണ്ടുപിടിച്ച് എഴുതാനാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതുപോലെ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. ഏതൊക്കെയാണ് നോക്കിക്കേ, ആൻഡ് ഉണ്ട്, ക്യാറ്റ്, ഫോക്സ്. ആൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഉറുമ്പ് കേട്ടോ. ക്യാറ്റ് പൂച്ച, ഫോക്സ് എന്ന് വെച്ചാൽ എന്താണ്, കുറുക്കനാണ് അല്ലെ. ഹെൻ എന്ന് വെച്ചാൽ ആരാണ്, കോഴി. റാറ്റ് എലി. ബേർഡ്സ് പക്ഷികള്. മങ്കി എന്ന് വെച്ചാൽ ആരാണ്, കുരങ്ങന്. സ്പൈഡർ എട്ടുകാലി. ബി എന്ന് വെച്ചാൽ ആരാണ്, നമ്മുടെ തേനീച്ച കേട്ടോ. ഊൾ മൂങ്ങ. ഫ്രോഗ് താറാവ് അല്ലേ. അപ്പൊ നിങ്ങൾ എത്ര എണ്ണം കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. ഹൗ മെനി ക്രിറ്റേഴ്സ് ഡിഡ് യു ഫൈൻഡ്, നിങ്ങൾ എത്ര പേരെ കണ്ടുപിടിച്ചു. ഹൗ മെനി ഡിഡ് യു ഫ്രണ്ട്സ് ഫൈൻഡ്, നിങ്ങളുടെ ഫ്രണ്ട്സ് എത്ര എണ്ണം കണ്ടുപിടിച്ചു. ടൈനി വൺസ് ആൻഡ് ഗെയിംസ്. അപ്പൊ അടുത്ത് നമ്മളൊരു കളിയിലേക്ക് പോവാണ് കേട്ടോ. ഏതാ നോക്കാം അല്ലെ. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിംസ്, ദേ സേ ദ നെയിംസ് ഓഫ് ദ ക്രിറ്റേഴ്സ്. അപ്പൊ മിത്രയും അവളുടെ ഫ്രണ്ട്സോട് എന്ത് ചെയ്യാണ്, എന്തോ ഒരു കളി കളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതാ കളി നോക്കിയാലോ, എന്തോ ക്രിറ്റേഴ്സിന്റെ നെയിം പറഞ്ഞിട്ടാണ് ഇവർ കളിക്കുന്നത്. ഹൂ വിൽ ഫൈൻഡ് ഔട്ട് ദ മോസ്റ്റ് നമ്പർ ഓഫ് ക്രിറ്റേഴ്സ്, ഇറ്റ് ബിക്കം എ കണ്ടസ്റ്റ്. അപ്പൊ എന്താ പരിപാടി, എന്താണ് ഇവർ കളിക്കുന്നത്, എന്താണ്, ആരാണ് കൂടുതൽ ക്രിറ്റേഴ്സിന്റെ നെയിം പറയുന്നത് എന്നാണ് ഇവരുടെ കളി. അപ്പൊ എന്താണ്, ഗ്രാസ് ഹോപ്പർ, ഫയർഫ്ലൈ, ചാംലോൺ, പിന്നെന്താണ്, ബീറ്റൽ, കൗ, അങ്ങനെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട് അല്ലേ. കുറെ പേരുടെ പേരുകളൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. അടുത്തത് ദേ ഡിഡ് നോട്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദിസ് ക്രിറ്റേഴ്സ്. അപ്പൊ എന്താണ്, ഇവർ പറയുക മാത്രമല്ല ഇതിന്റെ പിക്ചറുകൾ വരയ്ക്കാനും ഇവർ മറന്നോ, അല്ല, ഇവരുടെ പിക്ചറും എന്ത് ചെയ്തു, ഇവര് വരയ്ക്കുന്നുണ്ട്. ഇവിടെ ആരൊക്കെയാടാ പിക്ചർ ഉള്ളതെന്ന് പറഞ്ഞേടാ. ഫസ്റ്റ് വണ് എലിഫന്റ് ആണ്, നെക്സ്റ്റ് ബേർഡ് ആണ് അല്ലേ. അടുത്ത ഏതാണ്, കൗവ് ഉണ്ട്, മങ്കി ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ദെൻ ക്യാറ്റ് ഉണ്ട്, ദെൻ സ്ക്വയറൽ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ഈ പിക്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് ഡോഗ് ആണെന്ന് തോന്നുന്നു അല്ലേ. Reduce say the picture of the critters that Mitra's lawyer. Shall we play the same game? നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്, ഈ സെയിം ഗെയിം ഒന്ന് കളിച്ച് നോക്കാൻ. Present the sound of movement of a few critters without naming them. Let your friends and identify the critter. അപ്പം എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ, നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി 2 ടീമായിട്ട് മാറിയിട്ട് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ സൗണ്ടോ ഉണ്ടാക്കിയിട്ട് ഇതേ കളി കളിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടീം മൂവ്മെൻറ്റോ അല്ലെങ്കിൽ സൗണ്ടോ ഉണ്ടാക്കുക, മറ്റേ ടീം ഏതാണ് ക്രിറ്റേഴ്സ് എന്ന് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ക്രിയേറ്റ് എ ടേബിൾ വിത്ത് ദ നെയിംസ് ഓഫ് ക്രിറ്റേഴ്സ് ദാറ്റ് യു ആർ ഫൗണ്ട്, ഡ്രോ ആൻഡ് കളർ ദം. അപ്പോൾ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് കളിച്ചിട്ട് ഏതൊക്കെയാണ് നെയിംസ് എന്ന് ഒരു ടേബിൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കുക.
നെക്സ്റ്റ് എടുത്ത് കേട്ടോ, വിച്ച് ഈസ് എ സ്മോളസ്റ്റ് ആനിമൽ ഇൻ ദ യുവർ ലിസ്റ്റ്. നിങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും ചെറിയ ആനിമൽ ഏതാണ്? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ കൂട്ടുകാരുമൊത്ത് ചെയ്യുക കേട്ടോ. ദ ലാർജസ്റ്റ് ഏതാണ് വലുതെന്ന് ചോദിച്ചിട്ടുണ്ട്. അറേഞ്ച് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ആനിമൽസ് ഇൻ യുവർ ടേബിൾ ബേസ്ഡ് ഓൺ ദർ സൈസ്. നിങ്ങളോട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ അറേഞ്ച് ചെയ്ത ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കാൻ. ഹാവ് യു നോട്ടീസ്ഡ് ദ ടൈനി ക്രിയേറ്റഡ് ഇൻ യുവർ സറൗണ്ടിങ്. ഇനി എന്താണ്? നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചെറിയ ചെറിയ ജീവികളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാവ് നോട്ട് യു സീൻ മെനി ടൈനി ക്രിയേറ്റഡ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്? വിച്ച് ആർ ദേ all of them same size? Let you observe them together. Please use the hand lens for your observation. അപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ സ്കൂളിന് ചുറ്റുമൊക്കെ അനേകം ചെറുജീവികൾ ഉണ്ടാവും അല്ലേ, ഇവ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക, ഒരേ സൈസാണോ എന്ന് കണ്ടുപിടിക്കുക. പിന്നെന്താണ്, ഇത് ഒബ്സർവ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളോട് കയ്യിൽ ഹാൻഡ് ലെൻസ് കരുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹാൻഡ് ലെൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ കുട്ടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹാൻഡ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം? വേർ ഷാൽ വി ഒബ്സർവ്? ഇൻ ദ സോയിൽ, ഇൻ പ്ലാന്റ്, റിവർ സൈഡ്, സൈഡ് ഓഫ് ട്രീ, പോണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാം അല്ലേ. എവിടെയൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ എന്തുണ്ടാവും? ജീവികൾ അനേകം ഉണ്ടാവും അല്ലേ, ഒരുപാട് ജീവികൾ ഉണ്ടാവും. അടുത്ത് പറഞ്ഞേക്കുന്നത് write down the names of tiny critters that you have found in your environmental science diary. അപ്പോൾ എന്താണ്? നിങ്ങൾ കണ്ടുപിടിച്ച ക്രിറ്റേഴ്സിൻ്റെ നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മിസ് ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ടിക്ക്, ഹണി ബി, ലേഡി ബഗ്, അങ്ങനെ കുറച്ചെണ്ണം മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രാസ് ഷോപ്പർ, ബട്ടർഫ്ലൈ, ആൻഡ്, സ്പൈഡർ, അങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത് ഏതൊക്കെയാണ് ചെറു ജീവികൾ എന്ന്, ടൈനി ക്രിറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അടുത്തത് ഫിംഗർ ഡ്രോയിങ്. അടുത്ത എന്ത് ഡ്രോയിങ് ആണ്? ഫിംഗർ ഡ്രോയിങ്സ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ദേ ആർ ഡ്രോൺ ബൈ ദ ഡിപ്പിംഗ് ഫിംഗേഴ്സ് ഇൻ ലിങ്ക് ആൻഡ് ഇൻ പ്രിന്റിംഗ് ദ സെയിം ഓൺ പേപ്പർ. ഡ്രോ മോർ പിക്ചേഴ്സ് ലൈക്ക്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫിംഗറിൽ എന്ത് ചെയ്യുക? മഷിയാക്കിയിട്ട് ഇതേപോലെ പേപ്പറിലേക്ക് ഒട്ടിച്ചിട്ട് അതിന് എന്താണ് തലയും കാലും ഒക്കെ വരച്ചിട്ട് ആനിമൽസ് ആക്കി മാറ്റാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. വെറൈറ്റി ഇൻ എന്താണ്? ഫീച്ചേഴ്സ്. ഐഡന്റിഫൈ ദ ആനിമൽസ് ബൈ ഒബ്സർവിങ് ദ ബോഡി പാർട്സ് ഇൻ ദ പിക്ചർ. അപ്പോൾ ഇവിടെ കുറച്ച് ബോഡി പാർട്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ആരൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ എലിഫന്റ് ആണ് അല്ലേ. നെക്സ്റ്റ് അടുത്ത ഏതാണ്? പീകോക്ക് ആണ്. ദെൻ സീബ്ര, ലാസ്റ്റ് വൺ ഹെൻ ആണ് കേട്ടോ. ഹൗ ഡു ദീസ് ആനിമൽസ് ഡിഫർ? ഇങ്ങനെ ഇവരെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയാൻ കഴിയുന്നത്? കളർ ഡിഫറെൻ്റ് അല്ലേ, അതേ സ്പോട്ട് ഡിഫറെൻ്റ് അല്ലേ, പുള്ളികൾ അല്ലേ, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് പുള്ളികളാണ്. നെക്സ്റ്റ് അടുത്ത് ഏതാണ്? സൈസ് ഡിഫറെൻ്റ് ആണ് അല്ലേ, ഓരോരുത്തരും സൈസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ആർ ദർ ക്രിറ്റേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദ ഒബ്സർവിങ് ദർ കളർ. നെക്സ്റ്റ് അടുത്ത് നിങ്ങൾ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ, നിറം കണ്ട് നിങ്ങൾക്ക്, കളർ കണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? വിച്ച് ആർ ക്രിയേറ്റേഴ്സ് ദാറ്റ് യു ഐഡന്റിഫൈ ബൈ ലുക്കിംഗ് അറ്റ് ദ ഹോൺസ്. അപ്പം നിങ്ങൾക്ക് കൊമ്പുകൾ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുമോ? ഹൗ എബൌട്ട് സ്പോട്ട്, എന്താണ് അതിൻ്റെ കുത്തുകൾ കണ്ട് അല്ലെങ്കിൽ പുള്ളികൾ കണ്ടൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അല്ലേ, കളർ കണ്ട് ഏകദേശം ഒക്കെ തിരിച്ചറിയാം. അതേപോലെ എന്താണ്, കൊമ്പുകൾ കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊമ്പുകൾ കണ്ട് തിരിച്ചറിയുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. കൊമ്പുകൾ കണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ജീവികളെ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റും. അത് ഏതൊക്കെയെന്നും കൂടി എഴുതണം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് കൊമ്പുകൾ കണ്ട് തിരിച്ചറിയുന്ന ജീവികൾ ഏതൊക്കെയാണെന്നുള്ളത്? എന്തായാലും എലിഫന്റിനെയൊക്കെ നിങ്ങൾക്ക് കൊമ്പല്ലേ, എലിഫന്റിന്റെ ഒക്കെ കൊമ്പ് കണ്ട ഏകദേശം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹൗ എബൌട്ട് സ്പോട്ട് എന്ന് വെച്ചാൽ ഈ കുത്തുകൾ കണ്ടൊക്കെ, പീകോക്കിനെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും അല്ലേ, സീബ്ര അല്ലേ, അതൊക്കെ നമുക്ക് അതിൻ്റെ കുത്തുകളും അതേപോലെ എല്ലാം തന്നെ എന്താണ് വ്യത്യാസമുണ്ട് അല്ലേ, ഷേപ്പ് സൈസ് എല്ലാം എന്താണ് ഡിഫറെൻ്റ് ആണ്. എവരി ക്രിറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളറ്, ഹോൺസ്, നെയിൽസ്, സ്പോട്ട് ആൻഡ് ക്രിപ്പേഴ്സ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, എല്ലാ ജീവികളും വ്യത്യസ്തരാണ്, ശരിയല്ലേ? വലിപ്പത്തിലായിക്കോട്ടെ, ആകൃതിയിലായിക്കോട്ടെ, നിറത്തിലായിക്കോട്ടെ, കൊമ്പായിക്കോട്ടെ, നഖമായിക്കോട്ടെ, അതേപോലെ എന്താണ് പുള്ളികളായിക്കോട്ടെ, വരകളായിക്കോട്ടെ, എല്ലാം എന്താണ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയില്, സ്പോട്ട്, സ്ട്രിപ്പേഴ്സ്, എല്ലാം എന്താന്ന് പറഞ്ഞേക്കുന്നത് ഡിഫറെൻ്റ് ആണ്. എല്ലാം എന്താണ് ഡിഫറെൻ്റ് ആണ് എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോയാലോ. അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ നമ്മുടെ സീയിലേക്ക് പോവാണ് കേട്ടോ. ഏതിലേക്കാണ്? സീയിലേക്ക്. സീ ക്രിറ്റേഴ്സ് ആണ് അടുത്ത് പറയുന്നത് കേട്ടോ. ഏതാണ്? സീ ക്രിറ്റേഴ്സ്. വി നോ ദാറ്റ് there are many kind of fishes in the sea. അപ്പോൾ എന്താണ്, സീയിൽ ഒരുപാട് ഫിഷസ് ഉണ്ടെന്ന് നമുക്കറിയാലോ, അറിയാം അല്ലേ. സീ ദ ഹാബിറ്റസ് നോട്ട്
ഹാബിറ്റഡ് നോട്ട് ഓൺലി ദ ഫിഷേഴ്സ് ബട്ട് ഓൾസോ ടു മെനി അതർ ക്രിറ്റേഴ്സ്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, മീനുകൾ മാത്രമല്ല മറ്റനേകം ജീവികളുടെ ഒരു ഹാബിറ്ററ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സീ എന്ന് പറയുന്നത്. ദർ ആർ മോർ ക്രിറ്റേഴ്സ് ഇൻ ദ സീ ദാൻ ഓൺ ലാൻഡ്. ലാൻഡിനേക്കാളും കൂടുതൽ എവിടെയുള്ളത്, സീയിലാണ് ക്രിറ്റേഴ്സ് ഉള്ളത്. വിച്ച് സീ ആനിമൽസ് ഡു യു നോ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഡൗൺ. സീ ദ പിക്ചേഴ്സ് ഓഫ് സം ഓഫ് ദ സീ ക്രിറ്റേഴ്സ്. അപ്പം നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താണ്, ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 3-4 ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? സീ ഹോഴ്സ്, സീ ഹെഡ്ജ് ഹോഗ്, സീ കുക്കുംബർ, സീ എന്താണ് കൗവ്. അപ്പോൾ ഇത്രയും പേരെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. വൈ ഡിഡ് ദിസ് ക്രിറ്റേഴ്സ് ഗെറ്റ് സച്ച് നെയിംസ്? എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനത്തെ പേരൊക്കെ വരാൻ കാരണം എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവരെല്ലാം എവിടെയാണ്? കടലിലാണ് ഒന്നാമത്തെ കാര്യം ജീവിക്കുന്നത്. രണ്ടാമത്തത് കരയിൽ ലാൻഡിലെ ക്രിറ്റേഴ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് സാമ്യം ഉള്ളത് കൊണ്ടായിരിക്കാം എന്ത് ചെയ്തേക്കുന്നത്, ഇങ്ങനത്തെ നെയിംസ് വന്നിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അടുത്തെന്താണ്? ബ്ലൂ വൈൽ ദ ലാർജസ്റ്റ് ക്രിറ്റേഴ്സ് ഓൺ എർത്ത് ലീവ്സ് ഇൻ ദ സീ. അപ്പം ബ്ലൂ വൈലാണ് എന്തെന്ന് പറയുന്നത്, ബ്ലൂ വൈൽ എന്ന് വെച്ചാൽ എന്താണ്, നീലത്തിമിംഗലമാണ് കേട്ടോ. ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ദേ ആർ നോട്ട് ഫ്രം ദ ഫാമിലി ഓഫ് ഫിഷ്. ഫിഷിന്റെ ഫാമിലിയിൽ പെടുന്ന ആളാണോ? അല്ല അല്ലേ. ബ്ലൂ വൈൽ ഗീവ് ബർത്ത് ഓഫ് ദ ഓസ്പ്രിങ് എന്നാ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഇത് പ്രസവിക്കുന്ന ജീവിയാണ് കേട്ടോ. ഇതെന്ത് ചെയ്യുന്ന ജീവിയാണ്? പ്രസവിക്കുന്ന ജീവിയാണ്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ലാൻഡിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ബ്ലൂ വൈലാണ് അല്ലേ. നെക്സ്റ്റ് എടുത്തത് മെനി വേ ഓഫ് മൂവ്മെൻറ്റ്. അടുത്തെന്താണ്? മെനി വേ ഓഫ് മൂവ്മെൻ്റ് ആണ് അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇത്രയും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് അമ്മമാരെയും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ഇനി ആരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മോഡിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ.